ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയ്ക്കും സുമിത്രയുടെ കുടുംബത്തിനും പണി കൊടുത്ത് എല്ലാം തികഞ്ഞു, എല്ലായിടത്തും വിജയിച്ചു എന്ന് അഹങ്കരിച്ച് നിൽക്കുന്ന രഞ്ജിതയ്ക്ക് നമ്മുടെ സരസ്വതിയമ്മയായിട്ടൊരു പണി അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. തൻ്റെ കാൽ റെഡിയാകുന്നത് വരെ രഞ്ജിതയുടെ വീട്ടിൽ താമസിക്കാനാണ് സരസ്വതിയമ്മയുടെ തീരുമാനം. അത് സരസ്വതിയമ്മ മാത്രമല്ല, സുമിത്രയെയും കൂട്ടി അവിടെ നിൽക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ സുമിത്രയോട് ഇനി ഇവിടെ നിൽക്കണം, ഞാൻ മാത്രമല്ല നീയും എന്നോടൊപ്പം നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് സരസ്വതിയമ്മ വാശി പിടിക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് രഞ്ജിതയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല. രഞ്ജിതയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക. കാരണം സുമിത്ര ഇവിടെയെങ്ങാനും നിന്ന രഞ്ജിതയുടെ പണി തീരും, ചീട്ട് കീറുമെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് അങ്ങനെ സുമിത്രയെ അവിടെ നിർത്താനും സരസ്വതിയമ്മ ഇവിടെ നിർത്താനും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് കട്ടായം രഞ്ജിത നിന്ന് ഇങ്ങനെ തർക്കിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ഇവിടെ ഞങ്ങൾ നിൽക്കാൻ സമ്മതിക്കും, നീ ഇത് എതിർത്ത് നോക്ക്, അന്നേരം അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതിയമ്മ പറയുവാണ്. കാരണം സരസ്വതിയമ്മയെ കൊണ്ട് രഞ്ജിത ചെയ്യിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ സരസ്വതിയമ്മയ്ക്ക് അറിയാമെന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സുമിത്രയുടെ മുന്നിൽ സരസ്വതിയമ്മ ഇതെങ്ങാനും വെട്ടിത്തുറന്നു പറഞ്ഞാൽ രഞ്ജിതയ്ക്ക് പണി കിട്ടും എന്നറിയാവുന്നത് കൊണ്ട് ഗുണത്തിനും പോകാൻ പറ്റുന്നില്ല, ദോഷത്തിനും പോകാൻ പറ്റുന്നില്ല. കഴിച്ചിട്ട് ഇറക്കാനും മേല, മധുരിച്ചിട്ട് തുപ്പാനും മേല എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് രഞ്ജിത ഇപ്പം നിൽക്കുന്നത്. സുമിത്രേ, നീ വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വാ, നമ്മൾ ഇവിടെ നിൽക്കുന്നിടത്തോളം ദിവസം നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാറുണ്ടെന്നും പറഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞും കൊടുത്തു. അപ്പോൾ സുമിത്രയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പൂജയ്ക്കാണെങ്കിൽ തീരെ താല്പര്യമില്ല. പൂജയും കൂടി അവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ധാരണയിലാണ് പങ്കജ് അന്നേരം ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം പൂജയെ അടുത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പങ്കജ് കഷ്ടപ്പെടുന്നത്. പങ്കജ് എന്നിട്ട് ഈ രഞ്ജിതയോടും അച്ഛനോടും ഒക്കെ ഇങ്ങനെ ഇവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു. ഇത് കേട്ടപ്പോൾ രഞ്ജിത ആകെ ഞെട്ടി നിൽക്കും കേട്ടോ. ഇവനിത് എന്ത് പറ്റി, ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയല്ല ഇവനീ സംസാരിക്കുന്നത് എന്നുള്ളൊരിതിൽ. അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ പൂജ മോളെ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ സുമിത്രയോടൊപ്പം പൂജ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് വേറെ ഒന്നും പറയുന്നുമില്ല പങ്കജ്. പൂജയെ അവിടെ നിർത്താനാണ് ഉദ്ദേശമെന്നുള്ളതാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ പൂജയ്ക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. പൂജയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിൽ ഈ അച്ചമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ, അച്ചമ്മയ്ക്ക് ഇങ്ങ് വന്നാൽ പോരെ എന്നൊക്കെ ചോദിച്ച് പൂജ കുറേ ഇതൊക്കെ പറഞ്ഞതാ. പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്തായാലും പൂജയുടെ വാക്കിനൊന്നും ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് അവിടെ സംസാരവും കാര്യങ്ങളും ഒക്കെ വന്നത്. അങ്ങനെ സുമിത്രയും പൂജയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോണു. സുമിത്രയും പൂജയും തൻ്റെ വീട്ടിലേക്ക് അവിടെ നിൽക്കാൻ, അതായത് രഞ്ജിതയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോയതാ. ഈ സമയത്ത് സരസ്വതി അമ്മ ഇങ്ങനെ അവിടെ കട്ടിലിൽ തന്നെ കിടക്കുന്നു. എന്നിട്ട് രഞ്ജിതയോട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ, ദേ തള്ളേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ നിങ്ങളും നിങ്ങളുടെ സുമിത്രയും രാജ്ഞിയായിട്ട് ജീവിക്കാമെന്നൊന്നും കരുതണ്ട. രാജ്ഞി പോയിട്ട് ഒരു തോഴി പോലും നിങ്ങളെ ഞാൻ ആക്കില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് കണ്ടറിഞ്ഞോളാൻ പറഞ്ഞു. ലാസ്റ്റ് സഖി കെട്ട് നിങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഓടും. അത് രഞ്ജിത കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത പറഞ്ഞപ്പോൾ, അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രമേ രഞ്ജിതേ. നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതിരിക്കാൻ നീ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. നീ എൻ്റെ അടുത്ത് ഒരുപാട് കളി കളിക്കാൻ വന്നാലേ രഞ്ജിതേ, ഈ കാണുന്നത് മുഴുവൻ നിനക്ക് നഷ്ടപ്പെടുത്തി കളയാനേ ഈ സരസ്വതി വിചാരിച്ചാലും കഴിയും. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് സരസ്വതി അമ്മ കയറി രഞ്ജിതയെയും വെല്ലുവിളിച്ചു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് ഭയങ്കരമായിട്ടങ്ങ് കലിപ്പ് കയറി കേട്ടോ. കാരണം ഇത് ഒരു രീതിയിൽ ഈ തള്ളയെ കൊണ്ടൊന്നും സമാധാനം ഇല്ലല്ലോ എന്നുള്ളൊരു മനസ്സിലുള്ളത് കൊണ്ട്. കഷ്ടം എന്നും പറഞ്ഞ് അരവിന്ദൻ അവിടെ ഇരിക്കും. ഏത് നേരത്താണോ തമ്പുരാനേ എന്നൊക്കെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച്. ഈ സമയത്താണ് നമ്മുടെ സിദ്ധു ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരുന്ന. സിദ്ധു എവിടെയായിരുന്നെന്നോ, എങ്ങനെയായിരുന്നെന്നോ, എന്തെടുക്കുകയായിരുന്നെന്നോ, ആരുടെ കൂടെ ആയിരുന്നെന്നോ ഇതൊന്നും അറിയില്ല. ഇനി വരുന്നത് നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ ഇതൊന്നും അറിയില്ല. എന്തായാലും സിദ്ധു ഒരു ടാക്സിയൊക്കെ പിടിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. സിദ്ധു അങ്ങനെ വണ്ടിയിലിരുന്ന് പോരുവാണ്. ഈ സമയത്ത് നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടി യാത്ര കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ടൗണിലൂടെ ഇങ്ങനെ കടന്നു പോവുക. സ്വന്തം വീട്ടിലേക്ക് വണ്ടി വിളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്ന സമയത്ത് ഈ സിദ്ധു യാദൃശികമായിട്ട് ഇവരെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നു. വണ്ടി നിർത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഡ്രൈവറെ കൊണ്ട് വണ്ടി നിർത്തി ചാടി ഇറങ്ങി. അപ്പോഴേക്കും സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടെ അവിടെ കടന്നങ്ങ് പോയിരുന്നു. സുമിത്ര എന്നും പറഞ്ഞ് വിളിച്ചെങ്കിൽ പോലും അവരെ പിടി കിട്ടിയില്ല.
അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും പൂജയല്ലേ അത്. അപ്പോൾ സിദ്ധു അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് സുമിത്ര എങ്ങനെയായിരുന്നു എന്നൊന്നും വ്യക്തമായി അറിയില്ല. പക്ഷെ സിദ്ധു എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ സുമിത്രയും പൂജയും ചെന്നു, ഒരു ഓട്ടോയിൽ കയറി അവർ പോയി. പക്ഷെ അവരെങ്ങോട്ട് പോയെന്നൊന്നും സിദ്ധുവിന് അറിയില്ലല്ലോ. സിദ്ധു എന്നിട്ട് ഇങ്ങനെ ആ വണ്ടിയുടെ അടുത്ത് നിന്ന് തന്നെ ആലോചിക്കുക, ഇതെന്താ ഇത് അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് സിദ്ധു വണ്ടിയിൽ കയറി തിരിച്ചിങ്ങനെ പോരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധും അനന്യയും കൂടെ ചേർന്ന് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മേഡത്തിനെ കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഡിവോഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചുകൂടെ, ആ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഓർത്തുകൂടെ, നിങ്ങൾ രണ്ടുപേരും പിരിയുന്നതിൽ സ്വരമോൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. ആ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും മോളോടൊപ്പം സന്തോഷമായി ഇനി അങ്ങോട്ടേക്ക് ജീവിച്ചൂടെ തുടങ്ങിയ രീതിയിലൊക്കെ ആ മേഡം ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അനന്യയ്ക്കും അനിരുദ്ധിനും ആകെ സങ്കടമായി. മകൾക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണ്ടേ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചപ്പോൾ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ പ്രഷർ എത്രത്തോളമാണെന്നുള്ള കാര്യം അനന്യയ്ക്കല്ലേ അറിയത്തുള്ളൂ. അനന്യ എന്നിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇവർ ആ മേഡത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് കുറേ ചെയ്തു ഇവർ രണ്ടുപേരെയും. അപ്പോൾ മാക്സിമം ഇവർ രണ്ടുപേരെയും പിരിക്കാതിരിക്കാനാണ് മേഡം നോക്കിയത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. മേഡം അന്നേരം പറഞ്ഞു, നിങ്ങളൊന്നുകൂടി ഒന്ന് ആലോചിക്കുക, സ്വരമോളെ അടുത്തിരുത്തി നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കുക. അതിനുശേഷവും നിങ്ങളുടെ തീരുമാനം ഡിവോഴ്സ് എന്നുള്ളത് തന്നെയാണെങ്കിൽ നമുക്ക് ഡിവോഴ്സ് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ മേഡം ഇവരെ പറഞ്ഞു വിടുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴും ഇങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതിരിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും ഇന്നത്തെ ദിവസം ഒരു മടി കാണിക്കുന്നു. പക്ഷെ അനിരുദ്ധ് മുൻകൈ എടുത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം അനിരുദ്ധിന് ഒരിക്കലും അനന്യയെ പിരിയാൻ താല്പര്യമില്ല. അനന്യ കൂടെ വേണം, സ്വരമോള് കൂടെ വേണം എന്നുള്ളതാണ് ആഗ്രഹം. അനന്യയ്ക്കും അതുപോലെ തന്നെ. പക്ഷെ അനന്യ അത് തുറന്ന് പറയുന്നില്ല. അനന്യയ്ക്ക് അമ്മയെ പേടിയാണ്. അതുകൊണ്ട് തന്നെ അനന്യ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു ഇതും കഴിഞ്ഞ് ഇവർ നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ ഇവർ വരുമ്പോഴേക്കും എന്താണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ ഡിവോഴ്സ് കിട്ടിയോ, ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷയോടു കൂടിയും ക്യൂരിയോസിറ്റിയോട് കൂടിയും അവിടെ ഇരിക്കുകയാണ് ഈ പ്രേമ. അപ്പോൾ പ്രേമയുടെ അടുത്തേക്ക് സ്വരമോള് ചെന്നു. സ്വരമോളോട് അന്നേരം പറഞ്ഞു, ഇന്ന് തിരിച്ചു വരുമ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും രണ്ടായിട്ടായിരിക്കും അടി വരുന്നതെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ മാനസികമായിട്ട് വേദനിപ്പിക്കുക. അപ്പോൾ സ്വരയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം. മമ്മിയും ഡാഡിയും ഇനി ഡിവോഴ്സ് മേടിച്ചുകൊണ്ടായിരിക്കുമോ വരുന്നത് എന്നൊക്കെ കൊച്ചിന് ഭയങ്കര പേടിയുണ്ട്. കൊച്ചു വന്നിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നേരെ വിശ്വൻ്റെ അടുത്തേക്ക് ചെന്നു. വിശ്വനോട് ചോദിച്ചു, എൻ്റെ മമ്മിയും ഡാഡിയും ഇന്ന് ഡിവോഴ്സ് മേടിച്ചുകൊണ്ടായിരിക്കും വരുന്ന മുത്തശ്ശ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ സമാധാനിപ്പിക്കുന്നുണ്ട് വിശ്വൻ. പക്ഷെ പ്രേമയാണെന്നുണ്ടെങ്കിൽ ഒരു വക യാതൊരു മര്യാദയില്ലാത്ത രീതിയിലാണ് കുഞ്ഞിനോട് പെരുമാറുന്നത്. അങ്ങനെ അവിടെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. ഇതേ സമയം പിന്നെ സുമിത്രയും പൂജയും അവരുടെ വീട്ടിലെത്തിയിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും സുമിത്ര. എന്നിട്ട് പൂജയോട് പറഞ്ഞു, അതെടുക്കുമോളെ, ഇതെടുക്കുമോളെ, അമ്മയ്ക്ക് എന്തൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു, മോളെ അതൊക്കെ ഒന്ന് കയറി എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞു. പൂജ, അമ്മ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ എന്തിനു വേണ്ടിയിട്ടാണ് ആൻറ്റിയുടെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ രഞ്ജിത ആൻറ്റിയുടെ വീട്ടിൽ താമസിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരിക്കലും അവിടേക്ക് താമസിക്കാൻ പോകുന്നത് ഇഷ്ടമല്ലമ്മേ എന്ന് പറഞ്ഞപ്പം, മോളെ അവിടേക്ക് താമസിക്കാൻ പോകുന്നത് എനിക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ പോയേ പറ്റൂ. അവിടെ പോയി താമസിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് അമ്മ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് താമസിച്ചാൽ രഞ്ജിതയുടെയും കുടുംബത്തിൻ്റെയും കള്ളത്തരങ്ങളും നീക്കങ്ങളും ഒക്കെ ഒരു പരിധിവരെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് അമ്മയുടെ വിശ്വാസം. അതിനു വേണ്ടിയിട്ടാണ് അമ്മ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എൻ്റെ മോള് തടസ്സം പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാനും സരസ്വതി അമ്മയും മാത്രം മതി എന്ന് സുമിത്ര പറഞ്ഞപ്പോൾ, നിങ്ങൾ രണ്ടുപേരും അവിടെ താമസം തുടങ്ങിയാൽ ഞാനെന്ത് ചെയ്യും അമ്മേ? ഞാനെന്താ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാനോ? അതാണോ അമ്മ പറയുന്നതെന്ന് ചോദിച്ചു. എൻ്റെ മോളെ ഇവിടെ ഒരിക്കലും ഒറ്റയ്ക്ക് താമസിക്കാൻ അമ്മ അനുവദിക്കില്ല എന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു. ഞാനില്ലാതിരുന്ന സമയത്തും നീ എവിടെയാണ് താമസിച്ചിരുന്നത്? അതേ സ്ഥലം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് വരെ നിനക്ക് ആശ്രയമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ദീപുവിൻ്റെ കാര്യം പറഞ്ഞു. ദീപു നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അവിടെ ചിത്രയും അപ്പവും ഒക്കെ ഉണ്ട്. നിനക്ക് ഒരു കുറവും വരില്ല. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേ വേണ്ട, കേട്ടല്ലോ? അതുകൊണ്ട് മോളും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. ഞാൻ നിന്നെ ദീപുവിൻ്റെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദീപുവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പൂജയ്ക്ക് ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട്. കാരണം അപ്പുവേട്ടൻ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ ഇപ്പോഴും സുമിത്രയ്ക്കൊപ്പം പൂജയും വരുമെന്നുള്ള ആ ഒരു കിനാവും കണ്ടിരിക്കുകയാണ് അവിടെ നമ്മുടെ പങ്കജ്. അങ്ങനെ കിനാവ് കണ്ടിരിക്കുന്ന പങ്കജിൻ്റെ മുന്നിലേക്ക് പൂജയില്ല എന്നറിയുമ്പോൾ വരാൻ പോകുന്ന ആ ഒരു ഇതെന്തൊക്കെയായിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ അമ്മ ഒരിക്കലും ഒരു കാരണവശാലും നിന്നെ രഞ്ജിതയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ലെന്നും ദീപുവിൻ്റെ വീട്ടിൽ നിനക്ക് ഒരു കുറവും ഇല്ലാതെ താമസിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ മകളെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സുമിത്ര മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ശത്രുക്കളെ നിലം പരിച്ചാക്കാൻ വേണ്ടി സുമിത്ര കടുംവിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അടിപൊളി വിശേഷങ്ങളുമായിട്ട് സൂപ്പർ ഹിറ്റ് കഥയുമായിട്ട് ഇതേ നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.